ഇന്ന് ഞാൻ കടായി ചിക്കനാണ് തയ്യാറാക്കുന്നത്. നമ്മളെപ്പോഴും കടായി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് മസാലയിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു കടായി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയാണ്. 2 ടീസ്പൂൺ മല്ലി, ഇനി 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയാണ് നമ്മൾ ഈ ഒരു കടായി മസാലയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു ജീരകത്തിൻ്റെയും മല്ലിൻ്റെ എല്ലാം ഒരു മണം നന്നായിട്ട് പുറത്ത് വരും. ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയൊരു ചൂടോട് കൂടി പൊടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല, ചെറിയൊരു ചൂടിൽ അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടായി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടായി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കടായി മസാലയിൽ നിന്ന് 1 ടീസ്പൂൺ കടായി മസാല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ഈ ഒരു മസാലയുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതേപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കണം. അത് എനിക്ക് മറന്നുപോയിട്ട് ഞാൻ പിന്നീട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചിക്കന് 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം കടായി ചിക്കൻ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കടായി വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഒഴിക്കണം. കാരണം നമ്മളിതിലേക്ക് സവാളയും ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ ചിക്കനും ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു സവാളനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു സവാള ഒന്ന് കളർ മാറി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളിനെ ഒന്ന് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഒരു പ്യൂരി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു സവാള കളർ മാറി വരുന്നുണ്ട്. ഇപ്പോൾ കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കളർ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സവാള നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള എണ്ണ ഇങ്ങനെ നന്നായിട്ട് ഊറി വരും. ആ ഒരു എണ്ണയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുഴുവൻ ചിക്കനും ഞാൻ ഈ ഒരു എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചിക്കനിൽ ചേർത്ത മസാലയുടെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വഴറ്റാതെയും ചെയ്യാം, പക്ഷേ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴായിരിക്കും ആ ഒരു മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടി മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചിക്കനിൽ ചേർത്തിട്ടുള്ളൂ. 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കടായി മസാല ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം കടായി മസാല. നമ്മൾ 1 ടീസ്പൂൺ കടായി മസാല ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ടിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു മസാലയെല്ലാം ചേർത്ത് ചിക്കൻ നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തക്കാളി ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. നമ്മൾ ചിക്കനിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം.
ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. നമ്മളൊരു ചിക്കൻ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു വെള്ളയെല്ലാം വറ്റി വരുന്നത് വരെ നമുക്ക് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കുറച്ച് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തൈര് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലോ അതുപോലെ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് തൈര് ഒഴിക്കരുത്. അങ്ങനെ ഒഴിക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തൈര് ഒരു പിരിഞ്ഞ പോലെ ആയിട്ട് നമ്മളെ കറി ഒരു പിരിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു തൈര് ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഈ ഒരു ഗ്രേവി കുറച്ചുകൂടി വറ്റാനുണ്ട്. അപ്പോൾ നന്നായിട്ട് വറ്റി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ കടായി മസാല തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇതൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ കറി വെക്കുന്ന സമയത്തും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഗരം മസാല ചേർക്കുന്നത്. ഈ ഒരു ഗരം മസാലയൊക്കെ ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ഗ്രേവി നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഗ്രേവി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ചധികം തന്നെ ചേർക്കണം. അപ്പോൾ ചെറുതായി അരിഞ്ഞ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. കുറച്ച് കസൂരി മേത്തി കയ്യിലെടുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കസൂരി മേത്തി ചേർക്കുമ്പോൾ ചിക്കൻ കറിക്ക്, ഏതൊരു ചിക്കൻ കറിക്ക് ഈ ഒരു കസൂരി മേത്തി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. നീളത്തിലരിഞ്ഞ ഇഞ്ചിയാണ്. കുറച്ച് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.